കേരളത്തിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് അമൃത. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇന്ന് ജോബി സാർ നമ്മോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ജോബി സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അമൃതയ്ക്കും അമൃത ക്യാമ്പസുകൾക്കുള്ളൊരു പ്രാധാന്യം? അമൃത കോയമ്പത്തൂരിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണ്, കോയമ്പത്തൂരാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നമ്മളെ എടുക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലും എപ്പോഴും ഒന്നാം സ്ഥാനത്തും കോയമ്പത്തൂർ ക്യാമ്പസ് തന്നെയാണ്. അപ്പോൾ അമൃത കോയമ്പത്തൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആണ്. ഇപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അങ്ങനെ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് IIT മദ്രാസ്, 2 VIT വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൂന്നാമത്തേതാണ് ഈ അമൃത. അതായത് നമ്മള് NIT-കളിൽ ഒന്നാം സ്ഥാനത്ത് പറയുന്ന ട്രിച്ചി NIT പോലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അമൃത. അപ്പോൾ അമൃതയിൽ നമ്മൾ സാധാരണ ഒരു സ്ഥാപനം നമ്മൾ പരിശോധിക്കുന്ന NIRF റാങ്കിങ്, NBA അക്രഡിറ്റേഷൻ, NAAC-ന്റെ അക്രഡിറ്റേഷൻ ഏതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ NIRF-ൽ ഈ 23rd ആണ് റാങ്ക്. ഓവറോൾ 8 ഉണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് 23rd കാണുന്നുണ്ട്. അതുപോലെ NAAC-ലേക്ക് വന്നു കഴിഞ്ഞാൽ A++ ഉണ്ട്. നമ്മൾ പ്ലേസ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ടോപ്പ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 80 LPA ഉണ്ടായിരുന്നു. ഒരെണ്ണേ ഉള്ളത്. നല്ല നമ്മളത് പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ. ആവറേജ് 9 LPA ആവറേജ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ, അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ പ്രാക്ടിക്കലിന് ലീവ് ഇൻ ലാബ് എന്ന് പറയുന്ന രീതിയിലാണ്. പ്രാക്ടിക്കലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഇൻഡസ്ട്രി റെഡി ആക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലമാണ് അവരവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് പ്ലേസ്മെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു 90 above പ്ലേസ്മെൻറ്റുകൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ കരിക്കുലം അവർ സമയാസമയങ്ങളിൽ അത് റിവൈസ് ചെയ്യുന്നുണ്ട്. പുതിയ കോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പറയാവുന്നൊരു പ്രോഗ്രാം കോയമ്പത്തൂരും അവരുടെ ഫരീദാബാദ്, നമുക്കറിയാം ഫരീദാബാദ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ളതാണ്. അപ്പം കോയമ്പത്തൂർ ഫരീദാബാദിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, അവിടെ അതിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന AI ആൻഡ് DS-ൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാം. കോയമ്പത്തൂരുണ്ട്. മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും കോയമ്പത്തൂരാണ് ഏറ്റവും അധികം പ്രോഗ്രാംസ് ഉള്ളത്. അതുപോലെ തന്നെ ഫരീദാബാദിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം, അതായത് നമുക്ക് ഇൻ്റർ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ട്. അതുതന്നെയല്ല, ഇൻ്റർനാഷണൽ കൊളാബറേഷൻ നന്നായിട്ടുണ്ട്. ഏകദേശം 170ഓളം യൂണിവേഴ്സിറ്റികളുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിച്ച്, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ ഇവർക്ക് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമും ഉണ്ട് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു കുട്ടിക്ക് ബിടെക് ഇവിടുന്ന് എടുക്കുമ്പോൾ MTech MS വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുക എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് പ്രോഗ്രാമും അങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ അട്രാക്ഷൻസ് നമുക്ക് പറയാം. അതോടൊപ്പം കുട്ടികൾ ചില പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ട്. അത് അമൃതയുടെ കോയമ്പത്തൂരാണെങ്കിലും നമ്മുടെ അമൃതപുരി, ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ്. ഈ 2 ക്യാമ്പസും വെജിറ്റേറിയൻ ക്യാമ്പസുകളാണ്. അമൃതപുരി ക്യാമ്പസിൽ കുട്ടികൾ ഫുഡ് വരുത്തി നോൺ വെജ് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ക്യാമ്പസ് വെജിറ്റേറിയനാണ്. അമൃതപുരിയിൽ പ്രെയർ ഒക്കെ ഉണ്ട്. മിക്കവാറും കമ്പൽസറി ആയിട്ട് ഡ്രസ് കോഡുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. അപ്പം അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അറ്റൻഡൻസ് ഇപ്പം കോയമ്പത്തൂർക്കാണെങ്കിൽ 80% അറ്റൻഡൻസ് വേണം. അങ്ങനെ ചില കാര്യങ്ങൾ കുട്ടികൾ പറയാറുണ്ട് നെഗറ്റീവായിട്ട്. അവർക്ക് അവരുടെ ഒരു ഫ്രീഡം ഒക്കെ വേണ്ട രീതിയിൽ കിട്ടുന്നുണ്ടോ എങ്കിലും. പക്ഷേ എന്നാലും നമുക്ക് കുറെ ആദ്യം പറഞ്ഞ കുറെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറിന്റെ ആംഗിളിൽ എന്തുകൊണ്ടും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. എക്സ്പോഷറിന്റെ ആംഗിളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അക്കാഡമിക്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു സ്ഥാപനം തന്നെയാണ്. സാർ, ഈ അമൃതയിലേക്ക് വരുമ്പം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ? എന്താണ് അവിടുത്തെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ 8 ക്യാമ്പസായി അമൃതയ്ക്ക്. 8 എണ്ണമായി. ഒന്നാമത്തേത് കോയമ്പത്തൂർ, രണ്ടാമത്തെ നമുക്ക് അമൃതപുരി. ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാമ്പസ്? അതെ, അല്പം ഫീസ് കൂടുതലുണ്ട്.
നേരിയ വ്യത്യാസമേ ഉള്ളൂ കോയമ്പത്തൂർ. ഇവരുടെ ഫീസ് ഇവർ ബ്രാഞ്ചുകൾ പല കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്, 3-4 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ബേസിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഗ്രൂപ്പ് വരുന്നത്, അതിന് ആണ് ഏറ്റവും കൂടുതൽ ഫീസ് വരുന്നത്. അടുത്ത ECE റിലേറ്റഡ് ആയിട്ട് വരുന്നു. പിന്നെ എയറോസ്പേസ് ആപ്പാടെ കോയമ്പത്തൂരേ ഉള്ളൂ. എയറോസ്പേസും മെക്കാനിക്കലും ഒക്കെ വരുന്ന ഗ്രൂപ്പ് വരുന്നു. പിന്നെ കെമിക്കലും സിവിലും ഒക്കെ വരും. അങ്ങനെ അപ്പോൾ ആ ബ്രാഞ്ച് അനുസരിച്ച്, ബ്രാഞ്ചിൻ്റെ ഗ്രൂപ്പ് അനുസരിച്ചും ഫീസ് വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇപ്പോൾ കോയമ്പത്തൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം കോയമ്പത്തൂർ, രണ്ടാമത് അമൃതപുരി കൊല്ലം അമൃതപുരി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാവുന്നതാണ്, നമുക്ക് ചെന്നൈ ക്യാമ്പസ് ഉണ്ട്. പിന്നെ അമരാവതി, ആന്ധ്രാപ്രദേശ് അമരാവതി ഉണ്ട്. ബാംഗ്ലൂർ ഒരു ക്യാമ്പസ് ഉണ്ട്. ഫരീദാബാദിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. പിന്നെ നമുക്ക് ഹരിദ്വാറിൽ അവർ പുതുതായിട്ട് ഒരു ക്യാമ്പസ് കൂടെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കന്യാകുമാരി അടുത്ത് ഒരു പുതിയൊരു ക്യാമ്പസ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെ 8 ക്യാമ്പസുകളാണ്. ചുരുക്കി പറഞ്ഞാൽ VIT വലിയൊരു നെറ്റ്വർക്കാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് VIT വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഓരോ ബ്രാഞ്ചുകൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കോയമ്പത്തൂർ 16 ബ്രാഞ്ചുകളോളം ഉണ്ട്. നമ്മൾ കൊല്ലത്തിന് വരുമ്പോൾ 10-12 ബ്രാഞ്ചുകളൊക്കെ ഉള്ളൂ. ബ്രാഞ്ചിൻ്റെ എണ്ണം കുറവ് വരുന്നുണ്ട്. കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞാൽ, എലിജിബിലിറ്റി 2005 ജൂലൈ 1 ശേഷം ജനിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇവരുടെ എൻട്രൻസ് എക്സാമിൻ്റെ പേര് AEEE എന്നാണ്, അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ AEEE വഴിയാണ് 70% അഡ്മിഷൻ നടക്കുന്നത്. ബാക്കി 30 JEE ആണ്. JEE മെയിൻ വഴിയുണ്ട്. അപ്പോൾ ഈ 70 നമ്മൾ ഇവരുടെ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സാണുള്ളത്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന AEEE വഴി മാത്രം അപ്ലൈ ചെയ്യാം, JEE വഴി മാത്രം അപ്ലൈ ചെയ്യാം, ബോത്ത് രണ്ടും കൂടെ 2 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഈ AEEയുടെയും അതുപോലെ തന്നെ JEEയുടെയും സ്കോറിൻ്റെ ബേസിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ സ്കോളർഷിപ്പ്, അത് ഫീ വേവിയർ ആയിട്ടാണ് കൊടുക്കുന്നത്. സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അത് ഫീസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞാൽ ഒരു 10% കുട്ടികൾക്ക് നമ്മുടെ കോയമ്പത്തൂരും അമൃതപുരി, നമുക്കത് രണ്ടും എടുക്കാം. മെയിനായിട്ടില്ല വിദ്യാർത്ഥികൾ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന 2 ക്യാമ്പസ് ഇതായിരിക്കും. ബാംഗ്ലൂരും, അടുത്ത ബാംഗ്ലൂർ, ചെന്നൈ, ഈ 4 ക്യാമ്പസ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ക്യാമ്പസുകളിൽ ഒരു 10% കുട്ടികൾക്ക് വാർഷിക ഫീസ് 1.5 ലക്ഷം, 1.5 lakhs നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ടോപ്പ് ബ്രാഞ്ച് ടോപ്പ് ഫീസ് എന്നുള്ള കാറ്റഗറി നോക്കും. അത് നമ്മുടെ കെമിക്കൽ സിവിലൊക്കെ 1 lakhലേക്ക് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1.5 ആണ്. പിന്നെയുള്ളൊരു 30%, 30% കുട്ടികൾക്ക് അത് കോയമ്പത്തൂരാണ് 2.9 lakhs. 2.9 lakhs. അമൃതപുരി ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 2.75 ആണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കാറ്റഗറി 45% കുട്ടികളെ അബ്സോർബ് ചെയ്യുന്നു. അതിൽ ഏകദേശം 4 ലക്ഷം രൂപയാണ് ഫീസ്, ഇയർലി 4 lakhs വരും. പിന്നെയുള്ളൊരു കാറ്റഗറി നോൺ സ്കോളർഷിപ്പ് സ്കീമാണ്. അത് കുറേ കുട്ടികൾ, നമ്മളീ പറഞ്ഞു AEEയും JEE മെയിനും വഴിയാണെന്ന് പറഞ്ഞാലും കുറേ കുട്ടികളെ +2 മാർക്കിൻ്റെ ബേസിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫീസ് വളരെ കൂടുതലാണ്. 6 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ജനുവരി 15 വരെ ആപ്ലിക്കേഷൻ ടൈമുണ്ട്. 2 ഫേസിലാണ് എക്സാം നടക്കുന്നത്. JEE മെയിൻ പോലെ തന്നെ, JEE മെയിൻ അടുപ്പിച്ച് തന്നെയാണ്. ആദ്യത്തെ JEE മെയിൻ തീരുന്ന അനുബന്ധിച്ച്, അതായത് ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെ കുട്ടികൾക്ക് സ്ലോട്ട് എടുക്കാം. അത് ജനുവരി 10 മുതൽ അതിന് അവസരമുണ്ട്, സ്ലോട്ട് എടുക്കാം. രണ്ടാമത്തെ ഏപ്രിൽ അവസാനമാണ്. അപ്പോൾ 2 ഫേസിലാണ് എക്സാം നടക്കുന്നത്. 2.5 മണിക്കൂർ എക്സാമിനേഷനാണ്. 2.5 hours വരും. അതിനകത്ത് വരുന്നത് മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ആകെ 100 ക്വസ്റ്റ്യനേ ഉള്ളൂ, 150 മിനിറ്റ്. ഈ 100 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യൻ മാത്സാണ്. കൂടുതൽ പ്രയോറിറ്റി കൂടുതലുണ്ട്. 25 ഫിസിക്സ് വരും, 20 കെമിസ്ട്രിയേ ഉള്ളൂ, 10 ആപ്റ്റിറ്റ്യൂഡാണ്, 5 ഇംഗ്ലീഷും വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്കോറിൻ്റെ ബേസിൽ കുട്ടികൾക്ക് സെൻട്രലൈസ്ഡ് അവരുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനകത്ത്
ഏത് അവർക്ക് അവരുടെ കോയമ്പത്തൂരാണോ അമൃതപുരിയാണോ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പ്ലേസ് ഉണ്ട്. അതോടനുബന്ധിച്ച് അവിടുത്തെ ബ്രാഞ്ചുകളും ഉണ്ടാവും. ഓപ്ഷൻ കൊടുക്കാം. അപ്പം ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യുമ്പോൾ മിക്കവാറും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ പറയുന്ന AEEE എക്സാമിനേഷനും അതോടൊപ്പം തന്നെ JEE മെയിൻ പാറ്റേണും കൂടി അപ്ലൈ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും JEE മെയിൻ എഴുതുന്ന കുട്ടികൾ JEE മെയിനും ഇത് രണ്ടും കൂടെ ചേർന്ന് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാനും പല രീതിയിൽ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറി കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും ബെനിഫിഷ്യലാണ്, നമുക്ക് വളരെ നല്ലതാണത്. സാർ ഏകദേശം എത്ര സീറ്റുകൾ കാണാൻ സാധ്യതയുണ്ട്? അതുപോലെ തന്നെ ഏകദേശം എത്ര റാങ്ക് വരെയുള്ളവർക്കൊക്കെ ഒരു പ്രതീക്ഷിക്കാം? JEE മെയിനൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു റഫ് ഐഡിയ എന്നുള്ള രീതി ചോദിക്കുവാണെങ്കിൽ നമ്മുടെ അമൃതപുരി ഇവിടെ പെർസെൻറ്റേജ് തന്നെയാണ്. പുള്ളിയുടെ ഒരു 90 above പെർസെൻറ്റേജ് വേണം കോയമ്പത്തൂർ അത്യാവശ്യം നല്ലൊരു ബ്രാഞ്ച് കിട്ടാൻ. 85-ന് മുകളിൽ സാധാരണ അമൃതപുരിയിൽ വരാറുണ്ട്. പെർസെൻറ്റേജ് കൊല്ലം ക്യാമ്പസിൽ വരാറുണ്ട്. അത്രയും വേണം. പിന്നെ JEE മെയിൻ്റെ നമുക്ക് അങ്ങനെ പറയത്തില്ല, പെർസെൻറ്റേജിൽ കുറച്ച് വിദ്യാർത്ഥികളായിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് എന്നാലും കുട്ടികൾ പോകുന്നതായിട്ട് കാണുന്നുള്ളല്ലോ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അമൃത. വിദ്യാർത്ഥികൾക്കും പേരൻസിനുമെല്ലാം തന്നെ കൃത്യമായ ഒരു ഐഡിയ ഈ ക്യാമ്പസിനെ കുറിച്ച് നൽകാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിദ്യാർത്ഥികൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ജോബി സാർ, ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഇത് കൃത്യമായ ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.